കെ സുധാകരൻ വല്ലാതെ ഇടഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം ഡൽഹിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ പരിഹാരം എന്താണെന്ന് അദ്ദേഹത്തിനെ അറിയിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലെങ്കിൽ തന്നെത്താനെ നിൽക്കും എന്നും അദ്ദേഹത്തിൻ്റെ ഭീഷണി ഇപ്പോഴുണ്ട്. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുകയും UDF ജയിക്കുകയും ചെയ്താൽ കെ സുധാകരൻ മുഖ്യമന്ത്രിയാകണം എന്ന് വാശി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതായാലും ഒരു സ്ഥാനമുണ്ട്, MP. ആ കോൺഗ്രസിലൊരു MP സ്ഥാനം കൊണ്ട് ഡൽഹിയിലൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് സുധാകരന് ഇരിക്കാൻ പറ്റും. പക്ഷേ സുധാകരനെ അവിടെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഒരു MP-യെയും മത്സരിപ്പിക്കാൻ ഇത്തവണ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സുധാകരന് ഇളവ് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സുധാകരൻ്റെ മനസ്സിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാകും. ഇപ്പോൾ TO മോഹനൻ എന്നൊരു സ്ഥാനാർത്ഥിയാണ് KC വേണുഗോപാലിൻ്റെ മനസ്സിൽ കണ്ണൂരുള്ളത്. കാരണം കണ്ണൂർക്കാരനാണ് വേണുഗോപാലൻ. അപ്പോൾ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിയെ സുധാകരൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സുധാകരൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ നിർത്തിക്കിട്ടിയാൽ ചിലപ്പോൾ സുധാകരൻ ശാന്തനാകും എന്ന് തോന്നുന്നു. അങ്ങനെയാണോ നിലാണ്ട? അല്ല, അത് ലളിതല്ല. ഈ കണ്ണൂര് സുധാകരൻ പിടിക്കുന്നത് പല തരത്തിലുള്ള വല എറിഞ്ഞുകൊണ്ട് ഒരു വലയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ഇപ്പം ഇത്തിരി ടെൻഷനുള്ള ഒരു സ്ഥലം, പഴയ പോലെയല്ല. കണ്ണൂർ അങ്ങോട്ട് വിഭാഗീയത, കുറുമുന്നണി, ശൈലജ ടീച്ചർ, V കുഞ്ഞികൃഷ്ണൻ തുടങ്ങി മധുസൂദനൻ, അങ്ങനെ ആകെ കലങ്ങി മറഞ്ഞൊരു അവസ്ഥയുള്ളൂ. നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പോലും വലിയ തോതിൽ വോട്ട് പിടിച്ച ആളാണ് സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേറൊരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ സുധാകരന് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരിൽ മാത്രമല്ല വലിയൊരു തോതിൽ ആന്റി മാർക്സിസ്റ്റ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. സുധാകരൻ നിന്നാൽ BJP-യുടെ വോട്ട് പോലും സുധാകരന് കിട്ടുന്ന ഒരവസ്ഥ കണ്ണൂരുണ്ടെന്ന്. കാരണം കോൺഗ്രസ് CPM-നെതിരായി മുന്നിലുള്ള മുഖമാണ്. അപ്പോൾ സുധാകരന് പല ബാർഗൈനുണ്ട്. പക്ഷെ കേരളം എന്ന് പറഞ്ഞാൽ പിണറായിയും ആളുകൾ കണക്കാക്കുന്ന പോലെ കണ്ണൂർ മാത്രമല്ല. കണ്ണൂരിന് തെക്കോട്ടും കുറച്ച് വടക്കോട്ടും കേരളമുണ്ട്. ആ കാര്യം CPM ഇപ്പോൾ പതുക്കെ മനസ്സിലാക്കി വരികയാണ്. കോൺഗ്രസ്സിൽ സുധാകരൻ ഇപ്പോഴും കണക്കാക്കുന്നത് കണ്ണൂർ കോൺഗ്രസ് ആണ്, കോൺഗ്രസ് എന്നാണ്. അതിന് അവർക്ക് കാരണങ്ങളുണ്ട്. കാരണം അവരാണ് ജീവിതത്തിൽ ജീവൻ കൊടുത്തിട്ടാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് വരിയല്ല. പ്രസംഗിച്ചോണ്ടോ സോഷ്യൽ മീഡിയയിൽ ചീത്ത പറഞ്ഞുകൊണ്ടൊന്നും അവിടെ നടക്കില്ല, അവിടെ കഴുത്തു പോകും. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സുധാകരൻ്റെ Facebook പോസ്റ്റ് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഹൃദയരക്തം, അറ്റു വീഴുന്ന ശരീരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹൃദയരക്തം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ്, വളരെ ക്ലിയറാണ്. ഇപ്പോൾ സുധാകരൻ സീറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ 100% കൊടുക്കില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം അതിന് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. അടൂർ പ്രകാശ് എന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്. അടൂർ പ്രകാശിനെ കോന്നി കൊടുക്കേണ്ടി വന്നാൽ സുധാകരന് കണ്ണൂർ കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഇപ്പോഴത്തുള്ളൊരു സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് ബാക്കി ബാക്കി MP-മാരെ മുഴുവൻ ഏതാണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പം മുമ്പ് വേണമെന്ന് പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ഷാഫി ആയാലും അതുപോലെയുള്ള ആളുകളെയൊക്കെ ഏതാണ്ട് ഇപ്പോൾ MK രാഘവൻ പോലും ഒരു പരിധി വരെ ഒതുങ്ങിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് സുധാകരൻ്റെ പ്രശ്നം വരുന്നത്. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഈ വിഷയം, കോൺഗ്രസിൻ്റെ മുമ്പിൽ ഈ വിഷയം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുധാകരന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വെച്ച് മാത്രം കണ്ണൂർ പരിഹരിക്കാന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ റിജിൽ മാക്കുറ്റിയോ അമൃത രാമകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു റിജിലാണ് സുധാകരൻ 1-ാം നമ്പർ സ്ഥാനാർത്ഥി, അമൃത രാമകൃഷ്ണൻ 2-ാം നമ്പർ സ്ഥാനാർത്ഥിയാണെന്നാണ് സുധാകരൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ റിജിൽ മാക്കുറ്റിയാണെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കണ്ണൂർ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരനാണ്, കടന്നപ്പള്ളി രാമേന്ദ്രനാണ് എതിരെ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പഴയ പോലത്തെ ഒരു ഓട്ടമൊന്നും അയാൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ സുധാകരന് റിജിൽ മാക്കുറ്റിയെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളത് സുധാകരന് ഒരു പ്രശ്നമല്ല. മാത്രമല്ല സുധാകരൻ നിന്നാൽ മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് അത് കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ കണ്ണൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോഴിക്കോടിൻ്റെ തന്നെ വടക്കേ ഭാഗത്തുള്ള ചില മണ്ഡലങ്ങളിലും സുധാകരൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ പാർട്ടിക്കാരെ ആവേശത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതൊരു കാര്യം. ഇനി സുധാകരൻ്റെ MLA ആയാൽ സുധാകരൻ എന്ത് സംഭവിക്കുന്നുള്ളത് 2 പ്രോബ്ലം ഉണ്ട് സുധാകരന് മുമ്പിൽ ചോദിക്കാവുന്നത്. ഒന്ന്, കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അടൂർ പ്രകാശ് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. അവിടെ ആറ്റിങ്ങൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടുത്തെ സ്ഥാനാർത്ഥി ജയിപ്പിച്ചോളാം എന്നുള്ള ഉറപ്പിലാണ് ഞാൻ കോന്നി മത്സരിക്കാൻ പോണത്.
അത് വേറെ അങ്ങനെ ഒരു ഉറപ്പ് സുധാകരന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സുധാകരൻ അങ്ങനെ പറയാൻ പറ്റുമോ? കണ്ണൂർ സുധാകരൻ അല്ലാതെ ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ സുധാകരനോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം അതാണ്. കണ്ണൂർ ഒരു സീറ്റ്, ഇനി ഒരു പാർലമെന്റ് സീറ്റ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. അടൂർ പ്രകാശ് എന്തായാലും പറയുന്നു, എനിക്കറിയില്ല ജയിക്കാൻ പറ്റുമെന്നുള്ളതും ജയിക്കുമെന്നുള്ളതും, അതൊക്കെ വേറെ പ്രശ്നം. കാരണം അടുത്ത ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ എന്നതുകൊണ്ട് തന്നെ ഇത് രാജിവെച്ച് മത്സരിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. അത് എങ്ങനെ വരും എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു ഒരു ഒരു അനിശ്ചിതത്വം. പക്ഷേ എങ്കിലും അടൂർ പ്രകാശ് ഉറപ്പിച്ച് പറയുന്നു ഞാൻ ജയിക്കും. മാത്രമല്ല ശിവഗിരി മഠത്തിൽ നിന്ന് വളരെ കൃത്യമായ മെസ്സേജ് ഓപ്പണായി, ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ കാബാബ എന്നൊക്കെ പറയാറുണ്ടെന്നല്ലാതെ ശിവഗിരി മഠത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒഫീഷ്യലായ ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ്, ഇന്നലത്തെ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഒരു മുന്നണിയും പിന്നോക്കക്കാരെ പരിഗണിക്കുന്നില്ല. കോൺഗ്രസ് AK ആന്റണി ഉണ്ടായിരുന്നപ്പോൾ പരിഗണിച്ചിരുന്നു. LDFന്റെ മന്ത്രിസഭയിൽ 10 പേർ നായന്മാരാണ് എന്ന് ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് മെസ്സേജാണ്. അത് അടൂർ പ്രകാശിന് വേണ്ടിയുള്ള മെസ്സേജാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അടൂർ പ്രകാശിന് വന്നാൽ അതേ സമുദായക്കാരനായ സുധാകരനും അത് ബാധകമാണ്. പക്ഷെ പ്രശ്നം, സുധാകരൻ ജയിച്ചാൽ സുധാകരന് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സുധാകരനാവാൻ വലിയ സാധ്യത കുറവാണ്. കാരണം കണ്ണൂരിന് തെക്കോട്ട് സുധാകരനുള്ള ഇമേജ് അതല്ല. ഒരു കണ്ണൂരിന് തെക്കോട്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോലും സുധാകരൻ അങ്ങനെ സ്വീകാര്യന ഒരാളല്ല. അപ്പോൾ പിന്നെ മറ്റു ഓപ്ഷൻസ് ആയിരിക്കും, സതീശനോ ചെന്നിത്തലയോ, അതിൽ നമുക്ക് തർക്കിക്കാം. അങ്ങനെ ഒരു വരുമ്പോൾ തീർച്ചയായും എന്താണ് സുധാകരന് പിന്നെ വരാൻ വേണം? പിന്നെ സുധാകരൻ കിട്ടാൻ വേണം ഏതെങ്കിലും ഒരു മന്ത്രിയാണ്. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയോ, അല്ലെങ്കിൽ പണ്ട് വനമായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ വല്ലാത്തൊരു വകുപ്പൊന്നും, ഇപ്പോൾ ധനകാര്യം പോലും ഒരു വകുപ്പൊന്നും സുധാകരന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനുള്ള കേപ്പബിലിറ്റി സുധാകരന് ഇല്ല. അത് സുധാകരൻ തന്നെ അറിയാം. അല്ല, ആരോഗ്യവും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് സുധാകരൻ ഈ പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദം കോൺഗ്രസ് ഇപ്പോൾ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫിന് ഒഴിയേണ്ടി വരും. സണ്ണി ജോസഫ് സ്ഥാനാർത്ഥിയെ ഒഴിയേണ്ടി വരും. KPCC പ്രസിഡന്റ് ഒഴിയേണ്ടി വരും. സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കാന്ന് പറയും. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുക, തെരഞ്ഞെടുപ്പ് നിൽക്കുക. സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് കണ്ണൂരിന് പുറത്തയാൾ വരണമെന്നില്ല. കണ്ണൂർ കിടന്ന് നിറങ്ങിയാൽ CPM വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഇനി ഞാൻ വേറൊരു ഓപ്ഷൻ കൂടി പറയാം. സുധാകരൻ മത്സരിക്കട്ടെ, ധർമ്മടത്ത് മത്സരിക്കട്ടെ. സുധാകരൻ പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിക്കട്ടെ. തോറ്റാൻ കുഴപ്പമില്ല, MP അല്ലേ. തോറ്റാൽ MP അല്ലേ. വേണമെങ്കിൽ അങ്ങനെ ഒരു ചോയ്സും ഹൈക്കമാൻഡിന്, ഞാനാണ് ഹൈക്കമാൻഡ് അങ്ങനെ വയ്ക്കുക. സുധാകരൻ മത്സരിച്ചോ, ധർമ്മടത്ത് മത്സരിച്ചോ. ധർമ്മടത്ത് മത്സരിച്ച് സുധാകരൻ ജയിക്കുകയും പിണറായി വിജയൻ തോൽക്കുകയും ചെയ്താൽ പിന്നെ സുധാകരൻ ഒന്നും നോക്കട്ടെ. സുധാകരൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ. പക്ഷെ അതിന് സുധാകരൻ നിൽക്കുമെന്നുള്ളത് എനിക്കറിയില്ല. കാരണം സുധാകരൻ ധർമ്മടം അറിയാലോ. ധർമ്മടവും ബ്രണ്ണൻ കോളേജും ഒക്കെ നല്ല പരിചയമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് സുധാകരൻ അതിന് നിൽക്കുമെന്ന് സംശയമാണ്. അതുകൊണ്ട് സുധാകരൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. സുധാകരൻ ധർമ്മടം എന്റെ ഹൃദയരക്തമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, കണ്ണൂരെ പറഞ്ഞു. അത് വളരെ കൃത്യമാണത്. അല്ല, കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ മാത്രമല്ലല്ലോ, കണ്ണൂർ ജില്ലയും കൂടി അല്ലേ. ഈ രക്തമൊന്നും വീണിട്ടില്ല, ഹൃദയരക്തം വീണിട്ടുള്ളൊന്നും കണ്ണൂർ ടൗണിലല്ലല്ലോ, കണ്ണൂർ മണ്ഡലത്തിലല്ലല്ലോ. കണ്ണൂർ മണ്ഡലത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല. കണ്ണൂരിന് പുറത്തുള്ള മണ്ഡലങ്ങളിലാണ് ഇത് മുഴുവൻ ഉണ്ടായിട്ടില്ല. കൂത്തുപറമ്പായാലും അല്ലെങ്കിൽ മറ്റ് തലശ്ശേരിയായാലും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണൂരാണോ കണ്ണൂർ വികാരമാണോ എന്നൊക്കെ നിൽക്കട്ടെ. സുധാകരനെ കണ്ണൂർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഉപയോഗപ്പെടുത്തണം എന്ന് തീരുമാനിക്കും ഹൈക്കമാൻഡ്. വേണ്ടാന്ന് വെക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കും, എന്നിട്ട് റിയൽ മാർക്കറ്റിക്കോ ആർക്കെങ്കിലും കൊടുക്കും. ഇനി വേറെ ഏതെങ്കിലും സീറ്റ് സുധാകരൻ ചോദിക്കണ്ടോ എന്നും അറിയില്ല. അതുകൊണ്ടൊരു കാര്യം, കണ്ണൂർ ഈ സീറ്റ് മാത്രമല്ല, വേറെ സീറ്റ് സുധാകരന് മുമ്പിലുണ്ടെങ്കിലോ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലോ അതും വരാം. അപ്പോൾ ഹൈക്കമാൻഡിന് ഇയാളെ ഒത്തുതീർപ്പാക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൽ ഒരു ഗുണവും ദോഷവും ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഏത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൽ ഈ അടി ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ റബലുണ്ടാവും, അടിയുണ്ടാവും, കൂറുമാറ്റം ഉണ്ടാവും, കാലുമാറ്റം ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ അത് ഇന്ത്യൻ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ആവണമെങ്കിൽ അത് അങ്ങനെ വേണം. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം CPM പോലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് CPM പതുക്കെ കോൺഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം റബലുണ്ടാവുക, എതിരുണ്ടാവുക, ഈ സ്ഥാനാർത്ഥി വേണ്ടാന്ന് പറയുക, ആ സ്ഥാനാർത്ഥി വേണമെന്ന് പറയുക. നമ്മളൊക്കെ CPM വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരിക്കലും CPM പാർട്ടി ഒരു സ്ഥാനാർത്ഥി തീരുമാനിച്ചാൽ പിന്നെ ഒരാളതിനെ എതിര് പറയില്ല. ഇന്നിപ്പോൾ അതൊന്നുമല്ല. എല്ലാ സ്ഥലത്തും പാർട്ടി സ്ഥാനാർത്ഥി വന്നാൽ ഇത് ഇയാളല്ല വേണ്ടേ, മറ്റേയാളാ വേണ്ടേ, മറ്റേയാൾ ഇയാളാ വേണ്ടേ എന്നുള്ള തർക്കങ്ങൾ CPM പോലും ഉണ്ട്. കാരണം ഒരു ജനാധിപത്യവൽക്കരണം. അതുകൊണ്ട് കോൺഗ്രസിൽ ഈ അടി ഉണ്ടാവും. ഇപ്പം മിക്കവാറും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഡേറ്റ് പ്രഖ്യാപിക്കും തിങ്കളാഴ്ച, നാളെ അല്ലെങ്കിൽ മറ്റന്നാളാവുമ്പോഴേക്കും സുധാകരൻ സെറ്റിൽഡ് ആവും. സെറ്റിൽഡ് ആവാതിരിക്കാൻ സുധാകരന് പറ്റില്ല. സുധാകരൻ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സുധാകരന് പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല.
വേണമെങ്കിൽ 2-3 സീറ്റ് കണ്ണൂർ തോൽപ്പിക്കാം. പക്ഷേ കേരളത്തിൽ UDF ഭരണം പിടിക്കുകയും സുധാകരൻ ഉടക്കി നിൽക്കുകയും ചെയ്ത സുധാകരൻ പൂജ്യവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സുധാകരനും അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. PSD VD സതീശനും പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും അവരവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് സുധാകരനുള്ള ഒരു സന്ദേശവുമാണ് VD സതീശന്റെ. അപ്പൊ സുധാകരന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ പിന്നെ? അല്ല, സുധാകരൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ, സുധാകരൻ വളരെ നിർബന്ധപൂർവ്വം പറയുന്നൊരു കാര്യം, ഞാൻ കണ്ണൂർ എന്ന് പറയുമ്പോൾ കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെ അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ തോക്കും, സുധാകരൻ ജയിക്കും. എന്നുവെച്ചാൽ ഇടതുപക്ഷത്തു നിന്നൊരു സീറ്റ് UDF പിടിച്ചെടുക്കാനായിട്ട് കഴിയും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നൽകുന്ന സന്ദേശം എന്ന് പറയും. അത് വിശ്വസനീയമാണ്. സുധാകരൻ അവിടെ ജയിക്കും എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇനി അത് അനുവദിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ഒരു രാഷ്ട്രീയ ഇതിനെക്കുറിച്ചുള്ളൊരു അനാലിസിസ് നടത്തുമ്പോൾ കോൺഗ്രസിന് ചെയ്യാൻ പറ്റില്ല, അതാണ്. അല്ലാണ്ട് കോൺഗ്രസിന് ആഗ്രഹമില്ലാണ്ടല്ലേ സുധാകരനെ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാവും. പക്ഷേ ഇപ്പോൾ അവർക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം കുറേയധികം ആളുകൾ ഇരച്ചു വരും സുധാകരന് ഈ സീറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചാൽ, അല്ലേ? പലരും 9 പേരിൽ കുറെ പേരൊക്കെ ഈ പറഞ്ഞ നീലേണ്ടൻ പറഞ്ഞ പോലെ കുറെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റിലാക്കാൻ പറ്റാത്ത 3-5 പേരുണ്ടാവും. അപ്പൊ ഒരാളുണ്ടാവും. അത് അടൂർ പ്രകാശ് ഇപ്പോഴും സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്, സുധാകരനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലും. കാരണം ഈ ശിവഗിരി മഠത്തിന്റെ ഒരു വലിയ സപ്പോർട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ അടൂർ പ്രകാശ് തീർച്ചയായിട്ടും ഇടിച്ചു കയറാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ സുധാകരൻ്റെ മുന്നിലുള്ള ഒരു ഗെയിം പ്ലാൻ ഞാൻ കണക്കാക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞതിൽ തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കുക, അവസാനം സുധാകരൻ പറയുന്നവരെ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറയാൻ റിജിൽ മാക്കുറ്റി ആയിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ അയാളെ സ്ഥാനാർത്ഥിയാക്കുക. ഒപ്പം അതുകൊണ്ട് ഇത് അവസാനിക്കില്ല. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്നെ വീണ്ടും KPCC പ്രസിഡന്റ് ആക്കാം. അതിലായിരിക്കും സെറ്റിൽ ചെയ്യാൻ പോണം. കോൺഗ്രസിന്റെ സെറ്റിൽമെന്റ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. ഒന്ന്, കണ്ണൂരിലെ സീറ്റ് എന്ന് പറയുന്നത് റിജിൽ മാക്കുറ്റിക്ക് കൊടുക്കുകയും മറ്റൊന്ന് ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും KPCC പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തിരിച്ചു തരിക എന്ന് പറയും. അത് പ്രസിഡന്റിന്റെ സ്ഥാനത്തിന്റെ കാര്യം നീലകണ്ഠനും പറഞ്ഞു. പക്ഷെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ആ സ്ഥാനത്ത് നിന്ന് അയച്ചത്. പിന്നെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സുധാകരൻ അവിടെ നിന്ന് മാറില്ല. ഈ താൽക്കാലികമായിട്ട് ആക്കാം എന്നുള്ളതല്ലല്ലോ. പിന്നെയും അവിടെ ചടഞ്ഞുകൂടി ഇരിക്കാനായിട്ട് സുധാകരൻ ശ്രമിക്കില്ല. പക്ഷെ ഇത് സെറ്റിൽ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സെറ്റിൽ ചെയ്യണമല്ലോ. സെറ്റിൽ ചെയ്യാൻ എന്തെങ്കിലും മാർഗം വേണമല്ലോ. കട്ടായം പിടിച്ച് സുധാകരൻ പോട്ടെ എന്ന് പറയാൻ പറ്റുന്ന കോൺഗ്രസ്. അതായത് കോൺഗ്രസ് ജയിക്കുന്നു എന്ന് വിചാരിക്കും. കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ചെന്നിത്തലയോ മറ്റേ VD സതീശനോ ഒക്കെ മുഖ്യമന്ത്രി ആകുന്നു എന്ന് ഇരിക്കട്ടെ. ഈ സുധാകരനെ കൊണ്ട് എങ്ങനെ നടക്കും? പാർട്ടിയും ഭരണവും തമ്മിൽ പിന്നെ പണ്ട് M.N. ഗോവിന്ദൻ നായർ VMS നടന്ന പോലെ ആയിരിക്കില്ലേ? ഇത് അങ്ങോട്ട് പാർട്ടിയും ഭരണവും രണ്ടായിരിക്കില്ലേ? അതെ, തൽക്കാലം ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് അന്നേരത്ത് നോക്കാന്നുള്ള രീതിയിൽ. അതായത് സുധാകരന്റെ അവകാശവാദം എന്താണ്? എന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോ എന്നെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്നാണ്. രാഹുൽ ഗാന്ധിയിലെ ഖാർഗെ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോ ആ സമയത്ത് ശരി ഈ 5 പേരും 8 പേരും ഒക്കെ പുറകെ വരുന്ന കരുതുന്നില്ലല്ലോ. ഒരാളുടെ കാര്യമാണെന്നല്ലേ അന്ന് കരുതുള്ളൂ. അപ്പൊ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് അന്ന് മാറ്റുമ്പോ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതെ. പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും എന്നാണ് എൻ്റെ ഉള്ളിൽ വേറൊരു തോന്നലുണ്ട്. ഞാൻ അങ്ങനെ തോന്നുന്നു. അതായത് പ്രകാശിന് അതിങ്ങനെയായിരിക്കും, ശിവഗിരി മഠമായിരിക്കും അല്ലേ? അതുണ്ടാവും. ആ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. കോൺഗ്രസിൽ ഇവർ രണ്ടുപേരും മത്സരിച്ചില്ലെങ്കിൽ പിന്നെ അതായത് MLA ആരായിരിക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റേ ആ കൃഷ്ണൻകുട്ടിയുടെ മകൻ മത്സരിക്കുന്നുണ്ട്. മറ്റേ പഴയ കൃഷ്ണൻകുട്ടിക്കെതിരായി മത്സരിച്ചില്ല, സുമേഷ് അച്യുതൻ. അയാൾ ഇഴുവനാണ്. അയാൾ പണ്ട് ഈ പറഞ്ഞ മാതിരി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം കൊടുത്തപ്പോ പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഈഴവൻ, പിന്നെ ബാബുവും ഇയാളും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ശിവഗിരി മഠം നിങ്ങൾ പറഞ്ഞോണ്ട് ഇന്ന് സ്വാമി സച്ചിദാനന്ദ വെള്ളാപ്പള്ളി ഒരു കാശിനും കൊള്ളില്ല അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോ വെള്ളാപ്പള്ളി ഇപ്പൊ മറ്റേ SNDP പുറത്താക്കി കഴിഞ്ഞപ്പോ ഈ സച്ചിദാനന്ദക്ക് ശിവഗിരി മഠത്തിന് കുറച്ചുകൂടി പ്രാധാന്യം വന്നിട്ടുണ്ട്.
അവരുടെ അതെ, അവര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കണ്ടെന്നും വന്നിട്ടുണ്ട്. കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പിന് ആരും വെള്ളാപ്പള്ളിയെ കാണാൻ പോകില്ല, ശിവഗിരിയിലല്ലേ പോകും. അതെ, അതുകൊണ്ട് നീലേണ്ടൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ഈ രണ്ടിനെയും ഉള്ള സാധ്യത അത് നമുക്ക് തള്ളാനായിട്ട് പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.